നമ്മൾ ചെയ്തിട്ട് ഗ്ലാസ് ആണ്. അതുപോലെ നമുക്ക് സാൻഡ്വിച്ച് പാനൽ ചെയ്യാം, ഓൺഡിൽ ഷീറ്റ്. പിന്നെ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 4+ സ്ട്രക്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് പിന്നെ ഗസീബോ ആണ്. ഗസീബോ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് ചെയ്യുന്ന ഏരിയ ഇങ്ങനെ എയർ പാസിംഗ് ഉള്ള ഏരിയ ആയിരിക്കണം. അടച്ച് മൂടിയിട്ട് നമ്മൾ ഗസീബോ ഒരിക്കലും ചെയ്യരുത്. പിന്നെ അതുപോലെ ഇതിന്റെ ലെഗുകൾ നല്ല സ്ട്രെങ്ത് ഉള്ള 5-2 ട്യൂബ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കണ്ടില്ല, ബാക്കിൽ നിന്ന് ഇപ്പോൾ എയർ പാസിംഗ്, അതുപോലെ ഈ ചെടികളൊക്കെ ഇങ്ങനെ വെക്കാനുള്ള ഒരു ഗ്യാപ്പൊക്കെ ചെയ്തിട്ട് വേണം അതെപ്പോഴും ഗസീബോ ചെയ്യാൻ. കാരണം വൈകുന്നേരം സമയങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഒഴിവ് സമയങ്ങളിൽ ഇരുന്നുകാണ്ട് ചായ കുടിച്ചത് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരിക്കണം ഗസീബോ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് ഗസീബോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചൂട് കുറവുള്ള സ്ഥലത്തായിരിക്കും, മരത്തിന്റെ താഴെ. പിന്നെ അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന റൂഫ്, ഇപ്പൊ ഇവിടെ നമ്മളിവിടെ ചെയ്തിട്ട് ഗ്ലാസ് ആണ്. അതുപോലെ നമുക്ക് സാൻഡ്വിച്ച് പാനൽ ചെയ്യാം, ഓൺഡിൽ ഷീറ്റ്. പിന്നെ അതുപോലെ ഇങ്ങനെ മാത്രമല്ല, 2 സൈഡിലേക്കും 4 ഭാഗത്തേക്കും ചെരിച്ചിട്ട് നമുക്ക് പിന്നെ ഗസീബോ ചെയ്യാൻ പറ്റും. അപ്പം ഇനി ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.